ഐ എം എൻ ആവറേജ് സിംഗർ, ഐ എം എൻ ആവറേജ് സ്റ്റോറി ടെല്ലർ, ഐ എം എൻ ആവറേജ് ആക്ടർ, ഐ എം എൻ ആവറേജ് ആങ്കർ. ദ മൊമെന്റ് ഐ പുട്ട് എൻ എനർജി ഐ ബിക്കം എബവ് ആവറേജ്. കുറച്ചും കൂടെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ഐ ബിക്കം എക്സെപ്ഷണൽ. പക്ഷേ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം ഞാനാണെന്നുള്ളതുകൊണ്ട് എനിക്കിത് എവിടെ നിൽക്കണം എന്ന് എനിക്കിപ്പോഴും അറിയില്ല. യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു ജിബി ചേട്ടനെ കൊണ്ട് യൂട്യൂബ് പറ്റൂല എന്ന്. അപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 12-14 വീഡിയോസ് 1 മില്യനും ക്രോസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ആ സാധനത്തിൽ ഒന്ന് കൈവിട്ടത്. ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഡി4 ഡാൻസിൽ പറഞ്ഞു നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡി4 ഡാൻസിൽ ഞാൻ മൂൺ വാക്ക് വരെ ചെയ്യുന്ന ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഡാൻസ് വിട്ടത്. പക്ഷെ നല്ല പണിയുണ്ട്, കാരണം ഐ എം വെരി ആവറേജ് ഇൻ ദാറ്റ്. അതിനായിട്ട് ഞാൻ മെനക്കെടുന്നുണ്ട്, ഞാൻ തലകുത്തി മറയുന്നുണ്ട്. ഇത് തന്നെയാണ് ആക്ടിങ്ങിലും സംഭവിച്ചത്. ഐ എം എ വെരി ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആക്ടറായിരുന്നു. പക്ഷേ കീ മുതൽ ഞാൻ എഫേർട്ട് ഇടുമ്പോൾ ഇപ്പോൾ ഓഫ് ലൈറ്റ് എൻ്റെ പടങ്ങളൊന്നും അധികം ഹിറ്റ് ആവാത്തതുകൊണ്ടാണ്. പക്ഷേ മനോരാജ്യം എന്ന സിനിമ പോലും ഹിറ്റല്ല. പക്ഷേ ഇഫ് യു ഗോ ആൻഡ് വാച്ച് ദറ്റ് ഫിലിം യു വിൽ സീ ദറ്റ് പെർഫോമർ ജിപിയുടെ പെർഫോമൻസിൽ അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും. അത് എഫേർട്ട് ഇടുന്നതുകൊണ്ട് തന്നെയാണ്. അത് എല്ലാത്തിലും അതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ലൈഫിൽ സെറ്റ് ആവില്ല. യു ഹാവ് ടു ഹാവ് എ ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ് ടു വിൻ ഇൻ ലൈഫ്. ദാറ്റ് ഇസ് ദ തിങ്. ലൈക്ക് അങ്ങനെയാണ് ഞാൻ ഇത്രയും കാലം സർവൈവ് ചെയ്ത്. അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷനിൽ പോകാൻ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായിരുന്നു, ഞാനതൊന്നും എടുത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇനി എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഡിഫൈൻ മെൻ ഇൻ ലവ്. പ്രണയത്തിൽ ആകുന്ന ഒരു ആണ് മാത്രമാണ് ആ ആണിനെ സ്വയം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ റിയലൈസേഷൻ മൊമെൻറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഹിംസെൽഫ്. ഞാൻ എന്നെ കൂടുതൽ മീൻസ് ഒരാളെ പ്രണയിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അപ്പോഴാണ് യു റിയലൈസ് ദാറ്റ് യു സ്റ്റിൽ ക്യാൻ ബി എ ലോട്ട് മോർ ഈസിയർ, ലോട്ട് മോർ ഹാപ്പിയർ, ലോട്ട് മോർ സെലിബ്രേറ്റീവ് എന്നുള്ള സാധനം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക ചെയ്യും. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ ദാറ്റ് ലവ് ഇസ് ഇൻസൈഡ് യു അല്ലേ. പ്രണയത്തിലാവുമ്പോൾ ഇപ്പം എന്തിനാണെങ്കിലും ഇപ്പം എനിക്ക് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലാണ് ആ നല്ല ഫീലിംഗ്, തൻ്റെ ഉള്ളിലല്ല. സോ പ്രണയത്തിലാവുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഹീ വിൽ ബി ലൈക്ക്, പ്രണയത്തിലാവുന്ന പുരുഷനല്ല, പ്രണയത്തിലാവുന്ന എല്ലാവരും വുഡ് ബി വെരി ഹാപ്പി സോൾസ്. ചില ആൾക്കാർ പറയില്ലേ, റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ കാണുമ്പോൾ നിൻ്റെ മുഖത്തൊരു ഗ്ലോ ഉണ്ടല്ലോ, ഭംഗി കൂടിയല്ലോ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഈ പ്രണയത്തിലാവുന്നതിനെ കുറിച്ചുള്ളൊരു കാര്യം പറയും. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കാമെന്നിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഒരാൾ വന്ന് തോണ്ടുന്നത് നമുക്ക് ഇഷ്ടമല്ല, തോണ്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയമാണ്, പ്രണയത്തിലാണ്, യു ആർ ഇൻ ലവ്, എവറിത്തിങ് അറൗണ്ട് ഇസ് ബ്യൂട്ടിഫുൾ. ഒരാൾ വന്ന് തോണ്ടിക്കഴിഞ്ഞാൽ പറയുമ്പോൾ തോണ്ടരുത് കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയി നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഇതേ ആൾ വന്ന് തോണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ശബ്ദം അവിടെ കേൾക്കുക, ടേ എന്നും പറഞ്ഞിട്ട്. സോ ബി ഇൻ ലവ്. എനിക്കൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഐ എം ഓൾവേസ് ഇൻ ലൈഫ്. ലവ് എന്നല്ല, ഞാൻ എപ്പോഴും എക്സൈറ്റഡ് അബൌട്ട് സംതിങ് ആണ്. അപ്പോൾ എനിക്കിതൊരു ഫ്യൂവലായിരുന്നു. ഗോപികയും കൂടി ലൈഫിലേക്ക് വന്നതോട് കൂടിയിട്ട് അതാ ഞാൻ പറഞ്ഞ ഐ എം ഹാപ്പിയർ നൗ എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ വൺ മോർ റീസൺ ആയി. സോ എ മാൻ ഇൻ ലവ് ഈസ് ഓൾവേസ് വെരി പവർഫുൾ. അതാ സെൽഫ് റിയലൈസേഷനാണ് പുള്ളിക്ക്. അപ്പോഴാണ് പുള്ളിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവുക, പുള്ളിയുടെ കാര്യങ്ങൾ മനസ്സിലാവുക. ഫ്രിക്ഷൻ കുറയും ജീവിതത്തിൽ പ്രണയം ഉണ്ടെങ്കിൽ. കാര്യങ്ങൾ ഒരേ സിറ്റുവേഷനെ ഒരേ ആൾ രണ്ട് രീതിയിൽ, ഇത് ഒരു കാര്യത്തിലല്ല, ഇത് എല്ലാ കാര്യത്തിലും. നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നിൽക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന ഇറിറ്റേറ്റഡ് ആയിട്ട് നിന്ന് തോണ്ടിയ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്നതിനേക്കാൾ എഫിഷ്യൻ്റായിട്ടും ബെറ്ററായിട്ടും നിങ്ങൾ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യും. അതൊരു സ്ത്രീയോട് തോന്നുന്ന പ്രണയം മാത്രമല്ല, ബി ഇൻ ദറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദ വേ യു ഡീൽ, നിങ്ങളുടെ ലൈഫ് ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും.